മോഹൻലാൽ നായകനെത്തിയ ജിത്തു ജോസഫ് സിനിമ 6-ാം ദിവസം 3 ദിവസത്തിനേക്കാൾ മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഗ്രോസ് വന്നിരിക്കുന്നത് 3.5 കോടിയാണ്. ഇത് റെക്കോർഡ് തുകയാണ് എന്ന് തന്നെ പറയാം. ഒരു വർക്കിംഗ് ഡേയിലും ഈ സിനിമയ്ക്ക് അമ്മാതിരി ഒരു കളക്ഷനാണ് വന്നിരിക്കുന്നത്. സിനിമ ഇതിനോടകം തന്നെ ബ്രേക്ക് ഈവൻ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെയുള്ള കേരള കളക്ഷൻ 6 ദിവസം കൊണ്ട് 19.5 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് 20 കോടിയിലേക്ക് ടച്ച് ചെയ്യുന്നു 7-ാം ദിനമായ ഇന്ന് എന്ന് തന്നെ പറയാം. എന്നാലും തകർത്ത് അടിച്ചുകൊണ്ട് തന്നെയാണ് മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ക്ലാഷ് റിലീസുമായിട്ട് തന്നെയാണ് ഈ സിനിമ വന്നത്. ഹിന്ദി അതേപോലെ തന്നെ കന്നഡ സിനിമ വലിയ 2 സിനിമകൾക്കൊപ്പമാണ് ഈ സിനിമ തിയേറ്ററുകളിൽ ഏറ്റുമുട്ടിയെങ്കിൽ പക്ഷേ ഇവിടെ വിജയം നേരിന് തന്നെ ആവുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാനും കഴിയുന്നത്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു. ഒരുമാതിരി എല്ലാ സിനിമകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് കുതിക്കുന്നത്. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് 20 കോടിയുടെ അടുത്തേക്ക് എത്തുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 40 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. എന്തായാലും മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമ ഏറെ നാളിന് ശേഷം ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. എപ്പോഴൊക്കെ മോഹൻലാലിൻ്റെ നല്ല സിനിമകൾ വരുന്നു അപ്പോൾ ഒക്കെ ചരിത്രം മാറ്റിക്കുറിക്കുന്ന നമ്മൾ കാണാറുണ്ട്. ഇതും ഒരു 100 കോടി സിനിമയാണെന്നുള്ളതിന് തർക്കങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. നേര് അതിഗംഭീരമായിട്ടുള്ള ഒരു പോക്കാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. എന്തായാലും ഇത് ഒരു വേറെ തലത്തിലേക്ക് പോവുകയാണ്. മോഹൻലാലിൻ്റെ 9ാമത്തെ 2 മില്യൺ സിനിമയായി വരുന്നു ഈ ഒരു സിനിമ എന്നുള്ളതും കൂടിയാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ നേടുന്ന അത് മറ്റൊരു വീഡിയോയും കാര്യങ്ങളുമായിട്ട് വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്താലും ലാൽ സലാം.